അതാ ജോൺസണും വിൽസനുമാ. ഇച്ചിരി കോടവെള്ളം ചെന്നാ പിന്നെ ചിറ്റഴപ്പ. ആരുടെയും കൈക്ക് വീഴണം, വായ അടക്കണമെങ്കിൽ. ഇന്ന് ഇതേവരെ അടച്ചില്ല. ഏതോ വരുത്തന്മാര് വന്നിട്ടുണ്ട്. അതാ അല്ലേലും എല്ലാം വന്ന് അടിയുന്ന ഇവിടെ തന്നെയാണല്ലോ. എന്താ സോളമാ? അല്ല, ആ കടവുപ്പാറയ്ക്കത്തെ മാത്രം കണക്ക് പറഞ്ഞില്ലയോടോ? യവനൊക്കെ പാട്ടം കൊടുക്കാൻ തമ്പിച്ചായനെ നിൽക്കത്തുള്ളൂ. ഭൂമി എടുത്തെന്നല്ലാതെ ഇന്നേ വരെ അവൻ ചരക്കിന്റെ കണക്ക് പറഞ്ഞിട്ടില്ലെന്നേ. കർത്താവിനാണ് അവനോട് ചോദിക്കാൻ പോവാൻ എനിക്കിനി വയ്യേ. നടന്ന് നടന്ന് കാലിന്റെ നരിയാണി തേഞ്ഞു. ആ താൻ മാത്രനോട് ചോദിക്കണ്ട. ഓ, അവന്റെ കൈ വരുമ്പോ കണക്ക് പറയട്ടെ എന്നാ തമ്പിച്ചായം പറഞ്ഞേ. ഇന്നാട്ടിലെ കുടിയിൽ പാട്ടം കൊടുക്കുന്നത് നിർത്തണ സോളമാ. എന്നാലേ ഈ കണക്ക് ബുക്കിൽ വല്ലതും കാണത്തുള്ളൂ. അങ്ങ് പൊള്ളാച്ചിന്ന് സേലത്തുനിന്നൊക്കെ കമ്മട്ടക്കാര് വന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് മാത്രം എന്താ അത്ര പുതുക്കം? അങ്ങോട്ട് കൊടുക്കണം, പിന്നല്ലാതെ. വരുത്തന്മാര് തനിക്ക് എത്ര തന്ന്? അയ്യോ, ഇനി അതും പറഞ്ഞോണ്ട് വാ. കാശ് വാങ്ങാൻ ഞാൻ നിൽക്കത്തില്ല സോളമാ. തമ്പിച്ചായനെ ഏൽപ്പിച്ച പാട്ടം വേണ്ടേ. സോളമൻ വന്ന് കണക്ക് നോക്കുമ്പം ഇങ്ങനെ. ഇല്ലാതെ ലോനപ്പന് വേറെ വരുത്തെന്തോയിനാ. പാങ്ങപ്പാറപ്പള്ളിയിലെ വെള്ളിക്കുരിശാണ്, പുത്തൻകുരിശു മാതാവാണ്. എനിക്ക് ഇതിൽ കൂടുതൽ കോളൊന്നും വേണ്ടായേ. വരുത്തന്മാർക്കും പുത്തൻകൂട്ടത്തിനും ഒന്നും ഇവിടെ ഇപ്പം പാട്ടം കൊടുക്കണമെന്നാ തമ്പിച്ചായന്റെ തീരുമാനം. എടോ, ഈ നാട്ടിലുള്ളവന്മാര് പിന്നെ എവിടെ പോയാ പിഴയ്ക്കണ്ടേ? വരുത്തന്മാരുടെ കയ്യിൽ നിന്ന് ഇടക്കാശ് വാങ്ങിയ പിന്നെ താൻ ചുമക്കും. എന്തോടോ? കടുവപ്പാറ വരെ ഞാനും വരുന്നേ. ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടെന്ന്. റോഡിലെങ്ങും ആരുമില്ലാന്ന്. തമ്പിച്ചായനെ ഇച്ചിരി മുമ്പ് ഇടത്തരക്കാവിലെ നമ്മുടെ കൊല്ലപ്പേരെ പോയിട്ടുണ്ടെന്ന്. നമ്മുടെ വലിയ വാസത്തിന്റെ കുടിയിലോട്ട്. സോമനും വിൻസെന്റും എല്ലാരും ഉണ്ട്. വെളുക്കുന്നത് ഒരു മേളമായിരിക്കും. കയ്യില് വലിയൊരു വാള മീനും ഉണ്ടായിരുന്നു. കാലത്തെ പോണ്ടേനെ കൊണ്ടാ ഞാനും കൂടെ വിട്ട് പോവാഞ്ഞ്. താൻ വാ. പറമൊട്ടു പള്ളിയിൽ പെരുന്നാള് കൂടാൻ കന്താ ഞാനും വരാം. പറമൊട്ടു പള്ളിയിൽ പെരുന്നാള് കൂടാൻ. മുറ്റത്തൊരു ചെമ്പരുന്ന് ചെമ്പരുന്തിൻ ചെമ്പൻകുക്ക്. മുറ്റത്തൊരു ചെമ്പരുന്ന് ചെമ്പരുന്തിൻ ചെമ്പൻകുക്ക്. ചെമ്പൻകുക്കിൽ ആറ്റുമീൻ പിടിയാമോ? ഞാനും വരാം. പറമൊട്ടു പള്ളിയിൽ പെരുന്നാള് കൂടാൻ. മുറ്റത്തൊരു ചെമ്പരുന്ന് ചെമ്പരുന്തിൻ ചെമ്പൻകുക്ക്. മുറ്റത്തൊരു ചെമ്പരുന്ന് ചെമ്പരുന്തിൻ ചെമ്പൻകുക്ക്. ചെമ്പൻകുക്കിൽ ആറ്റുമീൻ പിടിയാമോ? മുറ്റത്തൊരു ചെമ്പരുന്ന് ചെമ്പരുന്തിൻ ചെമ്പൻകുക്ക്. ചെമ്പൻകുക്കിൽ ആറ്റുമീൻ പിടിയാമോ? കുറച്ച് മീൻ കിട്ടി. ഞാനും
പള്ളിയിൽ പെരുന്നാൾ കൂടാ തന്താ ഞാനും വരാം പറങ്ങോട്ട് പള്ളിയിൽ പെരുന്നാൾ കൂടാ. തമ്പിച്ചായോ തളർന്നോ? കപ്പ വേവിച്ചതേ കുറേം കൂടെ എടുക്കട്ടോ. ആ നിർത്ത്. അയ്യേ, തളരാനോ? തളർന്നതേ നിന്റെ ചങ്കരനാ. നോക്കി നിക്കണ നിപ്പ് കണ്ടില്ലയോ? ഇരുമ്പേ പണിയൊന്നും കയ്യായത് പെട്ടെന്നൊന്നും തളരത്തില്ല. വെള്ളം നനഞ്ഞാലേ കൂടുതൽ ഉറക്കത്തേ ഉള്ളൂ. ഉറയ്ക്കും ഇടികൊണ്ട് കലങ്ങിയതേ ഉറപ്പിക്കപ്പെട്ട പാട് എനിക്കല്ലേ അറിയത്തുള്ളൂ. തമ്പിച്ചായോ, ഇന്നാളീ ചന്തയ്ക്ക് പോയേച്ച് വരുമ്പോ ഷാപ്പിൽ കിടന്നേ ഉപ്പുമുത്തുന്റെ കയ്യിന്ന് കിട്ടാനുള്ളതെല്ലാം മേടിച്ച് കെട്ടിയേച്ചാ വന്നേ. എന്റെ ഇടത്തറക്കാവു ദേവി, അതെ അവൻ നെഞ്ചടിച്ച് വെള്ളമാക്കി കളഞ്ഞില്ലയോ? ദേ തമ്പിച്ചായ, തൊണ്ടിടിച്ച് പിടിഞ്ഞു കൊടുത്ത കാര്യം എനിക്കല്ലേ അറിയത്തുള്ളൂ. അതൊരു കയ്യബദ്ധം പറ്റിയത് തമ്പിച്ചായ. അതെ, വൈകുന്നേരം ഷാപ്പിന്ന് കുറച്ച് കൂടുതലങ്ങ് എടുത്തുപോയി. കെട്ടടങ്ങിയ നേരത്താന്ന് ഞാൻ അവന്റെ ഉച്ചയിടിച്ച് നക്ഷത്രാക്കിയാണ്. ഇയാൾക്ക് എന്നും അങ്ങ് കയ്യബത്തോ. ഇന്നാള് ചിറ്റമ്പള്ളി ചന്തയെ കിടന്നേ കാളക്കാരുടെ ഇടി വാങ്ങിച്ചപ്പോ അതും കയ്യബത്തോ അല്ലയോ? വാസന്തി, അത് പോട്ടെന്നേ. കാളക്കാർ ഇടിയൊക്കെ എന്തോ വരാനാ? നിന്റെ ആങ്ങള മോഹന്റെയും പിള്ളേരെ ഇടിയല്ലയോ? നല്ല കടച്ചിലിടി. നിങ്ങൾ എവിടെ പോവാ? അവിടെ നിന്നേ. കള്ള ചങ്കര. ഒരു ദിവസം ചന്ത കഴിഞ്ഞേ വെച്ച് പേയ്മെന്റത്തെ ഷാപ്പിൽ കയറി വയറ് മുട്ടയെ മുട്ടും വരെ കുമ്മിച്ച് പുറത്തിറങ്ങിയപ്പോഴാ കണ്ടേ നേരെ ഇരുണ്ടില്ലാന്ന്, സമയം ബാക്കിയായി പോയെന്ന്. അപ്പോഴാ പോയി 6 സെന്റ് കാര്യം തലയിൽ കയറിയത്. വാസന്തിയുടെ 6 സെന്റ് അവിടെ മോഹൻ അനുഭവിക്കല്ലയോ? ആ ഷാപ്പി മോലെ വിളിച്ചു തന്തയ്ക്കും തലവഴിക്കും. എന്തുവാ? വാസന്തിയുടെ 6 സെന്റ് അവിടെ മോഹൻ അനുഭവിക്കല്ലയോ? ആ ഷാപ്പി മോലെ വിളിച്ചു തന്തയ്ക്കും തലവഴിക്കും. എന്തുവാ? ആ വാസന്തി, പിന്നത്തെ കാര്യം അറിയണോ? സോളവനോട് ചോദിക്കേ. ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല. തമ്പിച്ചായ, എന്നെ പിടിച്ചതിന്റെ ഇടയിലല്ലേ? ചുമ്മാതാടി, ഈ തമ്പിച്ചാൻ ചുമ്മാ പേച്ച് പറയാ. അല്ല, തമ്പിച്ചായും കള്ളം പറയത്തില്ല. എന്തുവാ സോളമ ഉണ്ടായേ? പറഞ്ഞു കൊടറാവേ. പിന്നെ അങ്ങനെയല്ലയോ ഓരോന്നൊക്കെ ആളുകൾ അറിയുന്നേ. ഡേ വാസന്തി, ഞാനല്ല ഏവനാ കണ്ടേ. ഞാൻ കാണാത്ത കാര്യം പറയത്തില്ല. നിനക്കറിയത്തില്ലയോ? അല്ല, തമ്പിച്ചാൻ എന്തോ കേടാ. മോങ്ങാനിരുന്ന നായുടെ തലയ്ക്ക് തേങ്ങ പറിച്ചിട്ടത് പോലെ ആയില്ലയോ? നിനക്ക് എന്തോ അടി അറിയണ്ടേ? നീ എന്നോട് ചോയരടി, ഞാൻ പറഞ്ഞു തരാം നിനക്ക്. സോളമ, നീ കണ്ട എന്തുവാ? ഇങ്ങനെ ഭാഗം മേടിക്കാൻ പോയി തല്ലും മേടിച്ച് കെട്ടിക്കൊണ്ട് പോരുന്നോ? നിലത്ത് നിക്കടി, പൊങ്ങി നാടാതടി. എടി ചോയിരടി, നിനക്ക് എന്തോ അറിയണ്ടേ? പേടിപ്പിക്കാതടി. വിളക്കിയടിച്ച് ഇരുമ്പകത്തിരിപ്പുണ്ട്. പിന്നെ കഴുത്തു നീട്ടി തരുവല്ലയോ? ദേ, ഞാനൊരു കാര്യം പറയാം. മോഹന്റെ പിള്ളേരെ തൊഴി മേടിച്ചോണ്ട് ഇവിടെ വന്ന് ആള് കാണിക്കല്ലേ. ഇങ്ങനെ കണ്ടവരുടെയൊക്കെ ചാമ്പ് വാങ്ങി എനിക്കും പിള്ളേർക്കും കൂടെ മാനക്കേടുണ്ടാക്കി വെക്കുമല്ലോ എന്റെ ഭഗവതി. നിർത്തടി നിന്റെ തൊള്ള.
എടി മോഹന്റെ അടുത്ത് ചോദിച്ചെങ്കിൽ അവകാശമുള്ള തന്നടി. എടി നിന്നെയും കെട്ടിയെടുത്തോണ്ട് കുമിഞ്ഞൂടി ഞാൻ. എടി അതിന്റെ അവകാശം തന്നടി ചോദിച്ചേ. നിനക്കെന്താടി പുളിച്ചു വരുന്നു? എന്നാ കാണട്ടടി. വായടച്ചു വെച്ചോണം. അവകാശം പറയാൻ അറിയാമെങ്കിലേ അത് മേടിക്കാനും പറ്റണം. അല്ലാതെ പാലും ചുരുട്ടി നടന്നാ പോരാ. ഇരുമ്പ് പഴിപ്പിച്ചാലേ കൊല്ലനതടിച്ച് പരത്താനും അറിയാം. ഇടിച്ചതിന്റെ മൂക്ക് നിർത്ത്. തമാശക്ക് എന്നായാലും പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാടി അയാളുടെ മേക്കിട്ട് കയറുന്നേ? അല്ല തമ്പിച്ചായ, ഓർത്തിട്ട് തെണ്ണുവാ. ഇയാളെ കെട്ടിയന ഞാനും പിള്ളേരും ഈ തുണ്ടുമലയിൽ കിടക്കുന്നേ. വാസന്തി, തമ്പിച്ചായന്റെ അപ്പച്ചൻ ഒരേടം കൊടുത്തത് എന്റെ അച്ഛനാ. എനിക്കുണ്ട് അതിൽ അവകാശം. ഇയാളെ കെട്ടിവെച്ച എനിക്കൊരു പിടി മണ്ണില്ലാതായേ. എന്നെ പോയിട്ടില്ല തമ്പിച്ചായ. മോഹന്റെ അടുത്ത് ഒന്നും ചോദിച്ചോണ്ട് അഭിമാനത്തോടെ ഈ തുണ്ടുമുറിയെ കിടന്നേ. അതിപ്പോ ഇയാളായിട്ട് പിഴച്ചു പിടിപ്പിച്ചില്ലയോ? തമ്പിച്ചായ തന്നെ പറ. അതിനെന്തുവാടി, മോഹന് മാത്രമുള്ളോ ഭൂമി? അല്ല തമ്പിച്ചായ, അതല്ല. തമ്പിച്ചായന്റെ മാളിക തന്നാലും എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു പിടി മണ്ണ് വേണം. ഇട്ട് മൂടുമ്പോ അളന്നിട്ടാലും വേണ്ടൂല. എനിക്കും വേണം അതിനകത്ത് ഒരു പിടി മണ്ണ്. മോഹനെ മാത്രമല്ല, ഞാനും കൊല്ലം കാണാനുണ്ടായതാ. വാസന്തി, ഇഷ്ടം മൂടാൻ പോലും നാക്കേ വെക്കാൻ തരത്തില്ല ആ തെണ്ടി. എനിക്കറിയാൻ തപ്പിച്ച ഇവിടെ മനസ്സിലിപ്പ്. അതാ ഞാൻ ചോദിക്കാൻ പോയേ. ഉയരെടുക്കുന്നതിന് മുമ്പ് ഒരു പിടിയേക്ക് ഒരു പിടി ഞാൻ അവക്ക് കൊണ്ട് കൊടുക്കും. എന്നെ കെട്ടിയമ്മച്ചി ആരും അങ്ങനെ അനുഭവം പറയണ്ട. അങ്ങനാണെങ്കിൽ ചങ്കര, നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? വാസന്തിയുടെ ഒരു പിടി മണ്ണിന് തമ്പിച്ചായ സത്യം എന്ന് പറയുന്നേ? പിന്നെ അല്ലയോടി, കർത്താവ് തമ്പുരാൻ ഉണ്ടാക്കിയ ഈ ഭൂമിയിൽ ഒരാൾക്ക് ഒരു പിടി മണ്ണ് വേണേ. അതുണ്ടാക്കി കൊടുക്കേണ്ട ജോലിയാ ഈ തമ്പിക്ക്. അത് തമ്പി പുതിക്കാലേ ശരിയാവത്തുള്ളൂ. അതാ അതിൻ്റെ ഒരു ഇത്. എന്തോടാ പിള്ളേരെ? അതാ അതിൻ്റെ ഒരു ഇത്.
വളരെ പ്ലാൻഡ് ആയ ഒരു മർഡറാണ് അല്ലേ തമ്പിച്ചേ? ഇടാ ഉവേ, ഇത് മർഡറും പ്ലാനും ഒന്നുമല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ പ്ലാൻ ബൈ ദ ഫെയ്റ്റ് എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ കൊയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൻ വിതച്ചിട്ടുണ്ടാവും. തമ്പിച്ചാൻ്റെ ഓരോ കാര്യങ്ങൾ. തമ്പിച്ചാൻ എല്ലാത്തിനും വേറെ വഴിയാ. ഹാ, ഇതിന് വേറെ വഴിയൊന്നും ഇല്ലടാ ഉവേ, ഒറ്റ വഴിയേ ഉള്ളൂ. എന്തോ തമ്പിച്ചേ, എന്തോ ആ വഴി? കൊന്നവനെ പിടിക്കുക, അവനോട് തന്നെ ചോദിക്കുക കൊലയിലേക്ക് അയാളെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്തുവാന്നും കൊല ചെയ്യാൻ അയാൾ ഏതൊക്കെ മാർഗമാണ് ഉപയോഗിച്ചതെന്നും. എടോ റഷീദേ, തന്നെ പിടിച്ച് CI ആക്കിയത് ആരാടോ? എടോ, ഈ റിപ്പോർട്ട് എങ്ങോട്ടും നമ്മളെ കൊണ്ടുപോകത്തില്ല. ഇതിപ്പം പത്രക്കാരെക്കാളും കഷ്ടമാണല്ലോ പോലീസിന്റെ കാര്യം. അതെ തമ്പിച്ചായ, ഞാൻ ഈ പണി അങ്ങ് കാലിഫോർണിയയിലും കൊണ്ടാരിമൂലയ്ക്കും ഒന്നും പോയി പഠിച്ചിട്ടില്ലേ. ഇവിടെയുള്ളൊരു സാധാരണ പോലീസുകാരൻ്റെ സാധാരണ രീതിയായത്. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാ, ഇതൊരു സാധാരണ കേസല്ല. ഇതിലിപ്പോൾ എന്താടോ അൺനാച്ചുറൽ? ഒരുത്തനൊരുത്തനെ കൊന്നു, പാതിരാത്രി വീട്ടിൽ കയറി തലക്കടിച്ചു കൊന്നു. കൊന്നവൻ മിടുക്കൻ, ചത്തവൻ ഡിപ്പാർട്ട്മെന്റിലൊരു ഫോറസ്റ്റ് റേഞ്ചർ. പാഴ്ക്കൂലിയായിരിക്കും. ചത്തത് റേഞ്ച് ഓഫീസിൽ വെച്ചല്ല, മറിച്ച് റേഞ്ചറുടെ ടൗണിലുള്ള സ്വന്തം വീട്ടിൽ വെച്ചാ. എന്താ, റേഞ്ചർമാരെ ഒന്നും അവരുടെ വീട്ടിൽ വെച്ച് കൊന്നുകൂടായോ? ഇടോ, ആർക്കും ആരെയും എവിടെ വെച്ചും കൊല്ലാം. അതാ അതിൻ്റെ ഒരു വഴി. കൊലയുടെ രീതിയാ അണ്ണാച്ച. താൻ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഭാരമേറിയ ഏതോ വസ്തു കൊണ്ട് കഴുത്തിന് പിന്നിലടിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. എടോ, ബിഹൈൻഡ് ദ നെക്ക് സ്വല്പം ശക്തിയുള്ളൊരു സ്മാഷിൽ തീരാവുന്നതേ ഉള്ളൂ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും. പിന്നെ ശരീരത്തിൽ മൽപ്പിടുത്തം നടന്നതിൻ്റെ തെളിവായിട്ട് ചൊറിയും ചെരങ്ങും പല്ലുപാടും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ കൂട്ടിപ്പിടിക്കിടയിൽ അബദ്ധം പറ്റിയതാവാനും മതി. എടോ, മനുഷ്യന്റെ കാര്യമല്ലയോ, അത്രേ ഉള്ളൂ. ചൂണ്ടുവരലൊന്ന് അമർത്തി തൊട്ടാ ചത്തുപോകുന്നവനായി മനുഷ്യൻ. ഒരു റേഞ്ചറാന്നെ പിന്നെ പറയാനുമില്ല. തീർച്ചയായിട്ടും അല്പപ്രാണിയായിരിക്കും. പിന്നെ എന്തുവാടോ ഈ പ്ലാന്റ് മർഡർ? ഞാനില്ലേ തമ്പിച്ചാനോട് തർക്കിക്കാൻ. പക്ഷേ എൻ്റെ ബുദ്ധിക്ക് വിശ്വസിക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട് ഇതിൽ. അത് താൻ പറഞ്ഞത് ശരിയാ. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിലുണ്ട്. കൊല ചെയ്തവൻ കൊലയ്ക്ക് 6 മാസം മുമ്പ് മരിച്ചുപോയെന്ന് പറഞ്ഞാൽ ആർക്കാടോ വിശ്വസിക്കാൻ പറ്റുന്നേ? പക്ഷേ എന്തോ തമ്പിച്ചായ, എന്തോ പറയാൻ വന്നേ?